ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഓഫീസിൽ പോകുമ്പോൾ ഞാനിങ്ങനെ മീൽ പ്രിപ്പ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ്, പ്രത്യേകിച്ച് കുഞ്ഞുള്ളതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ മീൽ പ്രിപ്പ് ചെയ്ത് ഇങ്ങനെ വെക്കും. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അത് കൊണ്ടുപോകാനും അതുപോലെ സമയം ലാഭിക്കാനും പറ്റും. അപ്പോൾ ആദ്യം തന്നെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാളയുണ്ട്, പിന്നെ കുറേ വെജിറ്റബിൾസ് ഉണ്ട് കേട്ടോ. ആക്ച്വലി ഞാൻ അതിൻ്റെ പേരൊന്നും പറയുന്നില്ല. പിന്നെ ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ സവാള, സാമൺ ഉണ്ട്, പിന്നെ നമ്മുടെ ക്യാപ്സിക്കം ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, എല്ലാ വെജിറ്റബിൾസും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ പെട്ടെന്ന് കുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യല. ഇത് ആക്ച്വലി സാറ്റർഡേ ആണ്, മൺഡേ ആണ് എനിക്ക് ജോലിക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ അതിനായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഇങ്ങനെ വഴറ്റിയെടുത്തു, പിന്നെ റൈസ് അതിലോട്ടിട്ടു. ഇതെല്ലാം ചെയ്യുന്നത് ഭയങ്കര ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ കുറച്ച് ഓയിലും അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ ഒരുപാട് ഓയിലും ഒരുപാട് അങ്ങനത്തെ കാർബ്സും അങ്ങനെ ഒന്നും കഴിക്കത്തില്ല. എല്ലാം ഇങ്ങനെ ബാലൻസ് ചെയ്തേ കഴിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും കൂടിയിട്ടുള്ളൊരു ഫുഡാണ്. പിന്നെ കുഞ്ഞൂനും ഉണ്ട് കേട്ടോ. കുഞ്ഞൂന് പ്രത്യേകം ഇങ്ങനെ സാമൺ കറി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ പാസ്ത ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞൂനും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഫുഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കാണിച്ചു തരാം. പാസ്ത ഉണ്ടായിരുന്നു, പിന്നെ സാമൺ കറി, അതുപോലെ തന്നെ ഇത് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. ഇത് ഹെൽത്തി ഫ്രൈഡ് റൈസ് ആണ്. പിന്നെ ഞാൻ മുട്ട കഴിക്കുന്നതുകൊണ്ട് മുട്ടയൊന്നും ഇട്ടിട്ടില്ല. ഇത് വന്നിട്ട് കീമ എന്ന് പറയും, അതായത് ബീഫ് കീമയുടെ ഒരു മസാലയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ റാപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വന്നിട്ട് ചിക്കൻ ചില്ലി, ഇതും ഹെൽത്തി ചിക്കൻ ചില്ലിയാണ്. ഇങ്ങനെ ചിക്കൻ ഒന്നും ഫ്രൈ ചെയ്യാത്ത ചിക്കൻ ചില്ലിയാണ്. അപ്പം ഞാനിങ്ങനെ ഓരോ കണ്ടെയ്നറിലാക്കി ഇങ്ങനെ വെക്കും. അപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രീസറിൽ വെക്കും. ഒരാഴ്ചത്തേക്കുള്ള ഫുഡ് ഫ്രീസറിൽ വെക്കും. അങ്ങനെ ഫ്രീസറിൽ വെച്ച് തന്നെ ചൂടാക്കി കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളോ ChatGPT എങ്ങനെയാണോ ചോദിക്കാം. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ വെതർ എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂമിഡ് ആയിട്ടുള്ള വെതറല്ല, നാട്ടിലെ പോലെ അത്രയും ഹ്യൂമിഡ് അല്ല. അതുകൊണ്ട് ഫുഡൊക്കെ ചീത്തയാവുന്നത് ഭയങ്കര കുറവാണ്. ഇവിടെ അങ്ങനെ നമ്മൾ വിയർക്കത്തില്ല. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അംശം കുറവായതുകൊണ്ട് ഫുഡ് അങ്ങനെ ചീത്തയാവത്തില്ല. അപ്പം അത് 2 ദിവസത്തെ ഫുഡ് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും, ബാക്കിയെല്ലാം നമ്മൾ ഫ്രീസറിൽ വയ്ക്കും. അപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ തലേ ദിവസം ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റും. കണ്ടു, ഇതാണ് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത്. അതുപോലെ എൻ്റെ ഹസ്ബൻഡും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അച്ഛനും മോളും. പിന്നെ നിങ്ങൾ എൻ്റെ കണ്ടെയ്നർ കണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടു. ഇങ്ങനെ മൺഡേ ഫ്രൈഡേ അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇവിടെ അച്ഛനും മോളും തകർപ്പൻ ഡാൻസാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.